UDF മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. സാമൂഹ്യനീതി വകുപ്പില്ലാതെ തദ്ദേശ വകുപ്പ് വേണ്ടെന്ന് മുസ്ലിം ലീഗ്. ഫിഷറീസിന് പിന്നാലെ സാമൂഹ്യനീതി വകുപ്പിനെ ചൊല്ലിയും വിവാദം. കഴിഞ്ഞ കാലങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് തങ്ങളായിരുന്നുവെന്നും വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും മുസ്ലിം ലീഗ് പറഞ്ഞു. മന്ത്രിസഭ അധികാരമേറ്റ് ഒരു ദിവസം കഴിഞ്ഞിട്ടും വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കാനായിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത മുസ്ലിം ലീഗ് പകരം ഫിഷറീസ് വകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ലീഗിന് ഫിഷറീസ് വകുപ്പ് നൽകാൻ മുഖ്യമന്ത്രി തീരുമാനമെടുത്ത ശേഷമാണ് ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്നും എതിർപ്പ് വരുന്നത്. ഇതാണ് വകുപ്പ് വിഭജനം പൂർത്തിയാക്കുന്നതിന് മുന്നിലുള്ള പ്രധാന തടസ്സം. മന്ത്രിസഭയിലെ സീനിയർ മന്ത്രിയായ AP അനിൽകുമാറിന് പ്രധാന വകുപ്പ് നൽകാത്തതിലും പ്രശ്നമുണ്ട്. വൈദ്യുതി, പാർലമെന്ററി കാര്യം, സ്പോർട്സ് വകുപ്പുകളാണ് മൂന്നാം തവണ മന്ത്രിയാകുന്ന AP അനിൽകുമാറിന് നീക്കിവച്ചിരിക്കുന്നത്. തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി കൈവശം വച്ചിരിക്കുന്നതിൽ KC വേണുഗോപാൽ പക്ഷത്തിന് എതിർപ്പുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം ചാണ്ടി ഉമ്മനെ മന്ത്രിസഭയിൽ നിന്നും തഴഞ്ഞതിൽ A ഗ്രൂപ്പിന് അതൃപ്തി. ദേശീയ നേതാക്കളെ കണ്ട് അതൃപ്തി അറിയിച്ച് A ഗ്രൂപ്പ്. KC വേണുഗോപാൽ, ദീപാദാസ് മുൻഷി എന്നിവരെ ബെന്നി ബെഹനാൻ MP നേതൃത്വത്തിൽ A ഗ്രൂപ്പ് നേതാക്കൾ കണ്ടു. രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ഫോണിൽ അതൃപ്തി അറിയിച്ചു. നേതാക്കളെ നേരിൽ കാണാൻ അപ്പോയിന്റ്മെന്റ് തേടി. ഉമ്മൻചാണ്ടിയുടെ ചിത്രം വെച്ച് വോട്ട് പിടിച്ചു. ചാണ്ടി ഉമ്മനെ അവസാന നിമിഷം വരെ മന്ത്രിസഭയിലേക്ക് പരിഗണിച്ചു. പിന്നീട് തഴഞ്ഞത് ഉമ്മൻചാണ്ടിയോടുള്ള അവഹേളനം. AK ആന്റണിയും AICC നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചതായി വിവരം. അതേസമയം അവസാന നിമിഷം വരെ ഉയർന്നു കേട്ടിരുന്ന തന്റെ പേര് ഒടുവിൽ മന്ത്രി പട്ടികയിൽ ഇല്ലാതെ പോയതിൽ ചാണ്ടി ഉമ്മൻ പരിഭവത്തിലാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുതിർന്ന നേതാവ് AK ആന്റണിയെ വീട്ടിലെത്തി കണ്ടു. അരമണിക്കൂറിലധികം ഇരുവരും സംസാരിച്ചു. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ മന്ത്രിസ്ഥാനം തന്നെ വേണമെന്നില്ലെന്ന് പിന്നീട് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. മറ്റ് സ്ഥാനങ്ങളെക്കാൾ വലിയ സ്ഥാനം തനിക്കുണ്ട്. കേരളത്തിന്റെ മകൻ എന്ന സ്ഥാനമാണ് തനിക്കുള്ളത്. ഇന്ന് സത്യപ്രതിജ്ഞാ സമയത്ത് പിതാവിന്റെ പേര് പറഞ്ഞു ജനങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് കേട്ടപ്പോൾ അത് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു.